ഹായ്, എന്ത് മനോഹരമായ പൂക്കളാണല്ലേ. ഓറഞ്ചും മഞ്ഞയുമായിട്ടുള്ള ബിന്ദിപ്പൂക്കൾ. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് കണ്ടോ, നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് ഇതുപോലെ മനോഹരമായി ബിന്ദിപ്പൂക്കൾ നട്ടിരിക്കുന്നത്. ഈ പ്രകൃതി മനോഹരമായ സ്ഥലത്ത് ഇങ്ങനെയൊരു കാര്യം, ഇങ്ങനെയൊരു തോട്ടം വളരെ നല്ലതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് എൻ്റെ വിശദമായ വീഡിയോയിലേക്ക് പോയാലോ? സുഹൃത്തുക്കളെ, നമ്മുടെ ഇളയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കീഴിൽ ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ചു, ഒരു നടത്തിപ്പ് കമ്മിറ്റി രൂപീകരിച്ചിട്ടാണ് ഈ കൃഷിയെല്ലാം ചെയ്തത്. ചെണ്ടുമല്ലി കൃഷി അത് 2 കളറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് ആവശ്യക്കാരും ഇപ്പോൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ നടത്തിപ്പ് കമ്മിറ്റി സെക്രട്ടറിയാണ് ശ്രീ കുമരവേലൻ. അതിൻ്റെ ട്രഷററാണ് ശ്രീ MK ചന്ദ്രമോഹനൻ. ഇത് K ഗംഗാധരൻ അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഞാൻ ഈ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡൻ്റാണ്. അപ്പോൾ നമുക്ക് ആവശ്യം ഇതിൽ എത്ര രൂപ എന്ത് കിട്ടിയാലും നമ്മുടെ അമ്പലത്തിന് കൊടുക്കാനുള്ളതാണ്. അതായത് അമ്പലത്തിൻ്റെ പുനരുദ്ധാരണമായിട്ട് ബന്ധപ്പെട്ട് ചിലവാക്കാൻ, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് എല്ലാവരും ഇപ്പോൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് ഞങ്ങളിവിടെ ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കിയാൽ അത് ദേവീക്ഷേത്രത്തിലേക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പൂവിന് കുറേ ആവശ്യക്കാർ വേണം. ഇപ്പം നിലവിൽ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 1 കിലോയ്ക്ക് 70 രൂപ വെച്ചിട്ടാണ്. അത് ഈ ഓണ വിപണിനെ ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കുക. കാരണം അതിന് മുന്നേ കുറച്ച് പൂത്തു. പക്ഷേ ഇനി ഓണത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെയൊക്കെ പൂവിന് വില കൂടും. അപ്പോൾ അങ്ങനെ കൊടുത്താലും ഞങ്ങൾക്ക് ഒരു 10 രൂപ കിട്ടിയാൽ അത് അമ്പലത്തിലേക്ക് പുനരുദ്ധാരണമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് എല്ലാ നല്ല നാട്ടുകാരും വരണം, ഈ സ്ഥലം കാണണം, പിന്നെ ഇഷ്ടപ്പെട്ട ഈ പൂക്കൾ വാങ്ങിക്കണം. അതിന് എല്ലാവരും സഹകരിച്ചിട്ട് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ നല്ല ദേവിയെ സഹായിക്കണം. കാരണം ദേവീക്ഷേത്രത്തിൻ്റെ പണി ഇനി ഒരുപാട് ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള ഓരോ കൃഷികൾ ഇനിയും ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് സംരംഭമാണ്. ഇനി ഞങ്ങളിത് കൃഷി ചെയ്തുകൊണ്ടേയിരിക്കും. ഇതല്ലെങ്കിൽ ഒരൈറ്റം അത് അപ്പോഴത്തെ സാഹചര്യം പോലെ ഇരിക്കും. അപ്പോൾ ഞങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അമ്പലത്തിലേക്ക് കൊടുത്ത് ഞങ്ങൾ അവിടെ പുനരുദ്ധാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ്. ഉടനെ ഞങ്ങളിത് കൃഷി വെക്കാൻ പോകുന്നു. അടുത്ത് തന്നെ ഇതിൻ്റെ വിളവെടുപ്പ് കഴിയുന്നതോട് കൂടിയിട്ട് പയറിൻ്റെ കൃഷി ചെയ്യാൻ പോകുന്നുണ്ട്. അതും ജൈവമാണ്. അത് മാത്രമല്ല അതും അമ്പലത്തിലേക്ക് തന്നെയാണ്. അല്ലാതെ ഞങ്ങൾ സ്വന്തമായിട്ടൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ഇവിടെ വരാൻ നമുക്ക് എളുപ്പമായിട്ടുള്ള വഴികൾ, ഒന്ന് ആറങ്ങോട്ടുകര കൂട്ടുപാത റോഡാണ് ഇത്, ആ കാണുന്ന മെയിൻ റോഡ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആൽമരങ്ങളും ഈ പ്രകൃതി, ശരിക്കും പറഞ്ഞാൽ പ്രകൃതി മനോഹരം ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഇടത്ത് വശത്ത് ഈ അടുത്ത് തന്നെ ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ആളുകൾക്ക് വന്നിരിക്കാനും അതുപോലെ ദേവീക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാനും എല്ലാത്തിനും അതുപോലെ ആൽത്തറയും എല്ലാ സൗകര്യങ്ങളുള്ള അതിഗംഭീരമായ അതിഭംഗിയുള്ള സ്ഥലമാണ് ഈ തിരുമുറ്റക്കോട് ഗ്രാമം. ഇവിടുന്ന് നോക്കിയാൽ കാണുന്നതാണ് റോഡ്. അപ്പോൾ അവിടെ മെയിൻ റോഡ് ചെറുതുരുത്തി അങ്ങനെ പോകണം, ഷൊർണൂർ, പാലക്കാട് അങ്ങനെ പോകണം. അപ്പോൾ അത് അങ്ങനെ എല്ലാത്തിനും ഒത്തിണങ്ങിയ ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തേക്ക് എല്ലാവരും വരണം, വന്നിട്ട് നമ്മുടെ പൂക്കളും കൃഷിയൊക്കെ കാണണം, ആവശ്യക്കാർ വാങ്ങിക്കണം. അതാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് ദേവിയുടെ പേരിൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ടാറ്റാ.